സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും. അതിന് നമ്മുടെ സാംസങ്ങും ഫ്ലിപ്കാർട്ടും കൂടി എക്സ്ക്ലൂസീവായിട്ട് ലോഞ്ച് ചെയ്ത നമ്മുടെ പുതിയ ഫോണായ സാംസങ് ഗാലക്സി F41 കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ, ചെറിയൊരു റിവ്യൂ. അതായത് ആ ഫോണിൻ്റെ സ്പെക്ക് എങ്ങനെയാണ്, അതിൻ്റെ പെർഫോമൻസ് ഞാൻ ഒരു ദിവസം ഉപയോഗിച്ച് നോക്കി. അതിനുശേഷം അതിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് എങ്ങനെയാണ്, നിങ്ങൾക്കത് എങ്ങനെ യൂസ്ഫുൾ ആവും എന്നൊരു രീതിയിലേക്ക് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക. ഫോണിൻ്റെ പെർഫോമൻസും സ്പെക്കുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വളച്ചു നിട്ടാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമി ആർട്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബോക്സിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബോക്സ്, അതിൻ്റെ പാക്കേജിങ് വരുന്നത്. അതിൻ്റെ പാക്കേജിങ് അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ക് സൈഡ് കൊടുക്കാം. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ നമുക്ക് വരുന്നുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും 6000 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിനൂടെ കിട്ടുന്നത്. പിന്നെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, അത് ഞാൻ പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുന്ന നേരത്തെ പറയാം. നമുക്ക് ഇപ്പോൾ അടുത്തത് ഫോണിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫോണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതായത് നമുക്ക് ഹൈ ഡെഫിനിഷൻ ഫുൾ HD വീഡിയോസ് എല്ലാം നമുക്കിതിൽ പക്ക, അതായത് നമുക്ക് നെറ്റ്ഫ്ലിക്സിലെല്ലാം നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു HD സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് സാധാരണ ഒരു LCD സ്ക്രീനുള്ളൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്കുകളെല്ലാം, ഈ ബ്ലാക്ക് കളർ വരുന്ന ഭാഗങ്ങളെല്ലാം ഇത്തിരി വൈറ്റിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ആ ബ്ലാക്ക് വരുന്നത് പെർഫെക്റ്റ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിയർ എൻഡ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയും പിന്നെ ഒരു റിയർ സെൻസറും തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഫൈബർ, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഫേസ് അൺലോക്കും ഇതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെടുക്കുന്നുണ്ട്, നമ്മൾ ഫിംഗർ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിംഗർ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത നമ്മുടെ ഫേസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് തലക്കേടില്ലാത്ത സ്പീഡ്, അതായത് ഫിംഗർ പ്രിന്റിന്റെ അത്ര സ്പീഡ് ഉണ്ട് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജ് സ്പീഡ് നമുക്ക് ഫേസ് അൺലോക്കിൽ ലഭിക്കുന്നുണ്ട്. നല്ല സ്പീഡ് നമുക്ക് ഫിംഗർ പ്രിന്റിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അതായത് 6000 mAh ബാറ്ററി നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് അത് കാണിക്കാതിരുന്നില്ലെങ്കിൽ നമുക്ക് അത്ഭുതം പറയാനുള്ളൂ. ഇതെങ്ങനെയുണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 7:30 സമയത്ത് ഇത് ചാർജ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 9:15 ഇത്ര നേരമായിട്ട് നമുക്ക് 100-ൽ നിന്ന് 95-94 ആ റേഞ്ചിലാണ് ഇപ്പോഴും നമ്മുടെ ചാർജ് നിൽക്കുന്നത്. ഇത്ര നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ വീഡിയോ പർപ്പസിനുള്ള സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫോൺ. എന്നിട്ടും നമുക്ക് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഒരു ദിവസം 2 ദിവസം ആ യൂസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളിതിൻ്റെ ക്യാം ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത് പക്കയാട്ടോ. നമുക്ക് സാധാരണ കിട്ടുന്ന ആ ഒരു സിംഗിൾ ടേക്ക് എന്നുള്ള ഓപ്ഷനും ലൈവ് ഫോക്കസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിലും കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഫോൺ വാങ്ങുന്ന നേരത്ത് നമുക്ക് UI 2.0 ആയിരുന്നു നമ്മുടെ സിസ്റ്റം. അത് നമുക്ക് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു അപ്ഡേറ്റ് 2.1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ക്യാമറത്തെ ഫീച്ചേഴ്സും എല്ലാം ഒന്ന് അപ്ഗ്രേഡ് ആയി കിട്ടും. പിന്നെ നമുക്ക് വേണ്ട ആപ്സും, അത് ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്സ് കുറേ നമുക്ക്, അതായത് ഇമോജ് അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോ ആപ്സ്, അങ്ങനെ കുറേ ആപ്സ് നമുക്ക് വേണ്ടതൊക്കെ ഇതിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. 420 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ, അതായത് എക്സിനോസിൻ്റെ 9611 എന്ന പ്രോസസ്സറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അത്ര ഇപ്പോഴത്തെ സ്നാപ്ഡ്രാഗൻ്റെ വെച്ച് നോക്കണ നേരത്തെ അത്ര മികച്ച പ്രോസസ്സറൊന്നും അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 712ൻ്റെ ആ ഒരു സ്പീഡും പെർഫോമൻസും കാണിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു നോർമൽ യൂസറിനാണെങ്കിൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ സാംസങ് ഗാലക്സി F41. ഇതിൻ്റെ 3 വേരിയന്റിൽ വരുന്നത്, ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഫ്യൂഷൻ ബ്ലൂ ആണ്. നമുക്കിതിൻ്റെ ഫ്യൂഷൻ ഗ്രീനും ഫ്യൂഷൻ ബ്ലാക്കും ലഭിക്കുന്നുണ്ട്.
ഗൊറില്ല ഗ്ലാസ് ആണ്, ഗൊറില്ല ഗ്ലാസ് 3. അതിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടിയിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ സ്ക്രാച്ച് ഒന്നും ഇതിലേക്ക് ഏൽക്കില്ല എന്നും കൂടി വേണിച്ചാൽ അവർ പറയുന്നുണ്ട്. നമുക്കത് ഉപയോഗിച്ച് തന്നെ നോക്കി തന്നെ വേണം. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈപ്പ് സി ടൈപ്പ് ആണ്. പിന്നെ അതിലൊരു 3.5 mm ഓഡിയോ ജാക്കും പിന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെയും പിന്നെ ഒരു സ്പീക്കർ മോണോ സ്പീക്കറും ഇതിൻ്റെ അടിയിലായിട്ട് വരുന്നുണ്ട്. ഒരു നോർമൽ യൂസർ, അതായത് അധികം ഗെയിം കളിച്ച് അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്ക് ഈ ഫോണിന് നോക്കണ്ട. അല്ലാത്ത രീതിയിൽ ഒരു നോർമൽ യൂസർ, നമ്മുടെ വർക്ക് പർപ്പസ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ പക്കയാണ്. പിന്നെ ബാക്കിയുള്ള ഫോണിൽ വരുന്ന പോലെ നോക്ക് സെക്യൂരിറ്റി ഈ ഫോണിൽ ലഭിക്കുന്നില്ല. അതായത് സാംസങ്ങിൻ്റെ ഒരു സെക്യൂരിറ്റി ഇതായിട്ട് വരുന്ന സെക്യൂരിറ്റിയിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ നോക്സ്. അത് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ ഫോണിൽ പറയാനുള്ളൂ. ഇത് 2 വേരിയന്റിൽ ലഭിക്കുന്നുണ്ട്. അതായത് 6GB 128ഉം 6GB 64ൻ്റെയും ഒരു 2 വേരിയന്റായിട്ട് നമുക്ക് ലഭിക്കുന്നു. നമ്മളിവിടെ 6GB 128ൻ്റെ വേരിയന്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, പറ്റാവുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ടെക് പരമായ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോസുമായി കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബൈ.